വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ലോഗോസ് ക്വിസ് 2025 ചോദ്യവും ഉത്തരത്തിലേക്കും എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. ഇന്ന് അധ്യായം ന്യായാധിപന്മാർ അധ്യായം 13, 14 അധ്യായത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ കേൾക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ 13 അധ്യായത്തിലെ ഏക തലക്കെട്ട്. ഉത്തരം സാംസന്റെ ജനനം. 2. ന്യായാധിപന്മാർ 13 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25. ന്യായാധിപന്മാർ 13 അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ ചെയ്തതെന്താണ്? ഉത്തരം തിന്മ. ചോദ്യം 4. വീണ്ടും തന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം ഫിലിസ്ത്യരുടെ. ചോദ്യം 5. വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഫിലിസ്ത്യരുടെ കൈകളിൽ എത്ര വർഷത്തേക്കാണ് ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷത്തേക്ക്. ചോദ്യം 6. സാംസന്റെ പിതാവ്. ഉത്തരം മനോവ. ചോദ്യം 7. സാംസന്റെ പിതാവായ മനോവയുടെ ഗോത്രം. ഉത്തരം ദാൻ ഗോത്രം. ചോദ്യം 8. ദാൻ ഗോത്രക്കാരനും സാംസന്റെ പിതാവും മനോവയുടെ സ്വദേശം. ഉത്തരം സോറ. ഭാര്യയുമായി ബന്ധപ്പെട്ട് 13 അധ്യായ ആരംഭത്തിൽ രേഖപ്പെടുത്തുന്നവ. ഉത്തരം വന്ധ്യയായിരുന്നു, മക്കളില്ലായിരുന്നു. ചോദ്യം 10. വന്ധ്യയും മക്കളില്ലാത്തവളുമായിരുന്ന മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന വാഗ്ദാനം. ഉത്തരം ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. ചോദ്യം 11. എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് നിർദ്ദേശിക്കുക? ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. ചോദ്യം 12. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുതെന്ന മുന്നറിയിപ്പിനോടൊപ്പം എന്ത് ഭക്ഷിക്കരുതെന്ന് കൂടി കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് ആവശ്യപ്പെടുന്നുണ്ട്? ഉത്തരം അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. ചോദ്യം 13. വന്ധ്യയെ മനോവയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രന്റെ തലയിൽ തൊടരുതെന്ന് കർത്താവിന്റെ ദൂതൻ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ക്ഷൗരക്കത്തി. ചോദ്യം 14. മനോവയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രൻ ജനനം മുതൽ ദൈവത്തിന് എങ്ങനെയുള്ളവനായിരിക്കണമെന്നാണ് കർത്താവിന്റെ ദൂതൻ വ്യക്തമാക്കുന്നത്? ഉത്തരം നാസീർ വ്രതക്കാരൻ. ചോദ്യം 15. ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരുന്ന ജനിക്കാൻ പോകുന്ന മനോവയുടെ പുത്രൻ ആരുടെ കൈകളിൽ നിന്നാണ് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കുന്നത്? ഉത്തരം ഫിലിസ്ത്യരുടെ. ചോദ്യം 16. കർത്താവിന്റെ ദൂതന്റെ ദർശനം ലഭിച്ച മനോവയുടെ ഭാര്യ ആര് തൻ്റെ അടുത്ത് വന്നുവെന്നാണ് മനോവയെ അറിയിക്കുന്നത്? ഉത്തരം ഒരു ദൈവപുരുഷൻ. ചോദ്യം 17. തൻ്റെ അടുത്ത് വന്ന കർത്താവിന്റെ ദൂതന്റെ ദൈവപുരുഷന്റെ മുഖം ആരുടേതുപോലെ പേടിപ്പെടുത്തുന്നുവെന്നാണ് മനോവയുടെ ഭാര്യ അഭിപ്രായപ്പെടുന്നത്? ഉത്തരം ദൈവദൂതൻ്റേതുപോലെ. ചോദ്യം 18. വന്ധ്യയായ മനോവയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രൻ ജനനം മുതൽ ആജീവാനന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കുമെന്ന് ആവർത്തിക്കപ്പെടുന്ന 13 അധ്യായത്തിലെ വാക്യങ്ങൾ. ഉത്തരം 13, 5, 7. ചോദ്യം 19. ന്യായാധിപ ഗ്രന്ഥത്തിലെ 13 അധ്യായം അനുസരിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി. ഉത്തരം മനോവ. ചോദ്യം 20. ആരെ തങ്ങളുടെ അടുത്ത് വീണ്ടും അയക്കണമെന്നാണ് കർത്താവ് എന്ന് സംബോധന ചെയ്തുകൊണ്ട് മനോവ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം കർത്താവ് അയച്ച ദൈവപുത്രനെ. ചോദ്യം 21. ന്യായാധിപൻ 13 അധ്യായം അനുസരിച്ച് കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് കേട്ടത്? ഉത്തരം മനോവയുടെ. ചോദ്യം 22. ആര് തനിക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനോവയുടെ ഭാര്യയെ അറിയിക്കുന്നത്? ഉത്തരം കഴിഞ്ഞ ദിവസം വന്ന ആൾ. ചോദ്യം 23. ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന്റെ ദൂതനോട് മനോവ ചോദിച്ചത് എന്താണ്? ഉത്തരം ഇവളോട് സംസാരിച്ചവൻ നീയോ? ചോദ്യം 24. കർത്താവിന്റെ ദൂതനോട് സംസാരിക്കുമ്പോൾ ആരുടെ ജീവിതചര്യയെക്കുറിച്ചുള്ള ചോദ്യമാണ് മനോവ കർത്താവിന്റെ ദൂതനോട് ഉന്നയിക്കുന്നത്? ഉത്തരം ബാലന്റെ. ചോദ്യം 25. കർത്താവിന്റെ ദൂതനോടുള്ള മനോവയുടെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം അവൻ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം 26. കർത്താവിന്റെ ദൂതനോട് സംസാരിക്കുന്ന മനോവ താൻ എന്ത് പാകം ചെയ്യുന്നതുവരെ നിൽക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്? ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ. ചോദ്യം 24. മനോവ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന കർത്താവിൻ്റെ ദൂതൻ അത് കർത്താവിന് എന്തായി അർപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്? ഉത്തരം ദഹന ബലിയായി.
ചോദ്യം 28. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കേണ്ടതിന് കർത്താവിൻ്റെ ദൂതനോട് പേര് ചോദിക്കുന്നത് ആര്? ഉത്തരം മനോവ. ചോദ്യം 29. നിന്റെ പേരെന്താണെന്ന് കർത്താവിൻ്റെ ദൂതനോടുള്ള മനോവയുടെ ചോദ്യത്തിന് തന്നെപ്പറ്റി കർത്താവിൻ്റെ ദൂതൻ നൽകുന്ന സൂചന എന്താണ്? ഉത്തരം അത്ഭുതകരം. ചോദ്യം 30. മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിക്കുന്നത് ഏത് ബലിയോടുകൂടിയാണ്? ഉത്തരം ധാന്യബലിയോടുകൂടി. ചോദ്യം 31. മനോവ ധാന്യബലിയോടുകൂടി പാറപ്പുറത്ത് വെച്ച് ബലി അർപ്പിച്ചപ്പോൾ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ കടന്നുപോയത്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 32. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കുമെന്ന് പറയുന്നതാര്? ഉത്തരം മനോവ. ചോദ്യം 33. വന്ധ്യയായ മക്കളില്ലാതിരുന്ന മനോവയുടെ ഭാര്യ ജന്മം നൽകിയ പുത്രന് നൽകിയ പേര്? ഉത്തരം സാംസൺ. ചോദ്യം 34. കർത്താവ് അനുഗ്രഹിച്ച സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് ആരാണ്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 35. കർത്താവ് അനുഗ്രഹിച്ച സാംസണിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ചാണ്? ഉത്തരം മഹദേനാനിൽ. ചോദ്യം 36. കർത്താവിൻ്റെ ആത്മാവ് എന്ന പദം എത്ര തവണ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്? ഉത്തരം 1 തവണ. ചോദ്യം 37. കർത്താവിൻ്റെ ദൂതൻ എന്ന പദം എത്ര തവണ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്? ഉത്തരം 8 തവണ. അധ്യായം 14. ചോദ്യം 38. സാംസന്റെ വിവാഹം. ന്യായാധിപൻ 14-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 20. ചോദ്യം 39. ന്യായാധിപന്മാരുടെ 14-ാം അധ്യായത്തിലെ ഏക തലക്കെട്ട്? ഉത്തരം സാംസന്റെ വിവാഹം. ചോദ്യം 40. തിമ്നായിൽ വെച്ച് കണ്ട ഫിലിസ്ത യുവതിയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് സാംസൺ ആവശ്യപ്പെടുന്നത് ആരോടാണ്? ഉത്തരം മാതാപിതാക്കന്മാരോട്. ചോദ്യം 41. 14-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അപരിച്ഛേദനായ ജനവിഭാഗമായി സൂചിപ്പിക്കപ്പെടുന്നവർ ആര്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 42. ഫിലിസ്ത്യ സ്ത്രീയെ വിവാഹം ചെയ്തു തരണമെന്ന് സാംസന്റെ ആവശ്യം കർത്താവിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാരായിരുന്നു? ഉത്തരം സാംസന്റെ മാതാപിതാക്കന്മാർക്ക്. ചോദ്യം 43. കർത്താവ് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരുന്ന കാലത്ത് ഫിലിസ്ത്യർ ആരുടെ മേലാണ് ആധിപത്യം പുലർത്തിയിരുന്നത്? ഉത്തരം ഇസ്രായേലിൻ്റെ മേൽ. ചോദ്യം 44. സാംസന്റെ നേരെ സിംഹക്കുട്ടി അലറി വന്ന വേളയിൽ സാംസണിൽ ശക്തമായി ആവസിച്ചത്? ഉത്തരം കർത്താവിൻ്റെ ആത്മാവ്. ചോദ്യം 45. തൻ്റെ നേരെ അലറി വന്ന സിംഹക്കുട്ടിയെ ആട്ടിൻകുട്ടി എന്ന പോലെ ചീന്തിക്കളഞ്ഞ ശേഷം സാംസൺ സംസാരിക്കുന്നത് ആരോടാണ്? ഉത്തരം ഫിലിസ്ത്യ സ്ത്രീയോട്. ചോദ്യം 46. യുവാക്കന്മാർ പതിവായി ചെയ്യുന്ന കാര്യമായി ന്യായാധിപന്മാരുടെ 14-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഉത്തരം വിരുന്നു നടത്തുന്നത്. ചോദ്യം 47. ഫിലിസ്ത്യ യുവതിയുടെ ഭവനത്തിൽ വിരുന്നു നടത്തുന്ന അവസരത്തിൽ ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാംസൺ അവരോട് പറഞ്ഞത് എന്താണ്? ഉത്തരം കടങ്കഥ. ചോദ്യം 48. എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാംസൺ കടങ്കഥ ഫിലിസ്ത്യരോട് പറയുക? ഉത്തരം 7 ദിവസത്തിനകം. ചോദ്യം 49. 7 ദിവസത്തിനകം താൻ പറഞ്ഞ കടങ്കഥയ്ക്ക് ഫിലിസ്ത്യ തോഴന്മാർക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ അവർ തനിക്ക് നൽകണമെന്ന് സാംസൺ ആവശ്യപ്പെടുന്നത്? ഉത്തരം 30 ചണവസ്ത്രവും 30 വിശേഷ വസ്ത്രവും. ചോദ്യം 50. സാംസന്റെ കടങ്കഥയിൽ ഭോക്താവിൽ നിന്നും മല്ലനിൽ നിന്നും പുറപ്പെട്ടതായി പറയുന്നതെന്ത്? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്നും മാധുര്യവും. ചോദ്യം 51. സാംസൺ വിരുന്നവസരത്തിൽ 30 തോഴന്മാരോട് പറഞ്ഞ കടങ്കഥയുടെ പൊരുൾ എത്ര ദിവസമായിട്ടുമാണ് അവർക്ക് പിടികിട്ടാതിരുന്നത്? ഉത്തരം 3 ദിവസമായിട്ടും. ചോദ്യം 52. വിരുന്നിൻ്റെ 3 ദിവസമായിട്ടും സാംസൺ 30 തോഴന്മാരോട് പറഞ്ഞ കടങ്കഥയുടെ പൊരുൾ പിടികിട്ടാത്തതിൻ്റെ 4-ാം ദിവസം അവർ സമീപിച്ചത് ആരെയാണ്? ഉത്തരം സാംസന്റെ ഭാര്യയെ. ചോദ്യം 53. ദരിദ്രരാക്കാണോ തങ്ങളെ വിരുന്നിന് ക്ഷണിച്ചു വരുത്തിയതെന്ന ചോദ്യം ആരോടാണ് ഉന്നയിക്കുന്നത്? ഉത്തരം
ഫിലിസ്ത്യ തോഴന്മാർ സാംസന്റെ ഭാര്യയോട്. ചോദ്യം 54. കടങ്കഥയുടെ പൊരുൾ താൻ ആരോട് പോലും പറഞ്ഞിട്ടില്ലെന്നാണ് സാംസൺ ഭാര്യയോട് വ്യക്തമാക്കുന്നത്. ഉത്തരം മാതാപിതാക്കന്മാരോട് പോലും. ചോദ്യം 55. വിവാഹ അവസരത്തിൽ യുവാക്കന്മാർ പതിവായി നടത്താറുള്ള വിരുന്ന് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നുവെന്ന സൂചനയാണ് 14-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഉത്തരം 7 ദിവസം. ചോദ്യം 56. വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ കരഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചതിനാൽ കടങ്കഥയുടെ പൊരുൾ സാംസൺ വെളിപ്പെടുത്തുന്നത് ആർക്കാണ്? ഉത്തരം ഭാര്യയ്ക്ക്. ചോദ്യം 57. വിരുന്നിന്റെ എത്രാം ദിവസമാണ് സാംസൺ തന്റെ ഭാര്യയ്ക്ക് കഥയുടെ പൊരുൾ വെളിപ്പെടുത്തുന്നത്? ഉത്തരം 7-ാം ദിവസം. ചോദ്യം 58. ആരെക്കൊണ്ട് ഉഴുതില്ലായിരുന്നുവെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് സാംസൺ പട്ടണവാസികളോട് വ്യക്തമാക്കുന്നത്? ഉത്തരം തന്റെ പശുക്കിടാവിനെ കൊണ്ട്. ചോദ്യം 59. കർത്താവിന്റെ ആത്മാവ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നുവെന്ന് ആവസിച്ചു എന്ന കാര്യം എത്ര തവണ 14-ാം അധ്യായത്തിൽ ആവർത്തിക്കുന്നു? ഉത്തരം 2 തവണ. ചോദ്യം 60. ആരെ കൊള്ളയടിച്ചാണ് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ വിശേഷ വസ്ത്രങ്ങൾ നൽകുന്നത്? ഉത്തരം അഷ്കലോൺ പട്ടണത്തിലെ 30 പേരെ. ചോദ്യം 61. കോപാക്രാന്തനായി തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് സാംസൺ പോയ ശേഷം സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായിട്ടാണ് മാറിയത്? ഉത്തരം സാംസന്റെ മണവാളത്തോഴന്റെ.